നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ മരിക്കും വരെ ഈ താലി എന്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവും. ഞാൻ ചിതയിൽ ഒടുങ്ങി തീരും വരെ വിശാൽ സാറിന്റെ ഭാര്യ തന്നെയായിരിക്കും. എന്റെ വിവാഹം മുടക്കാനുള്ള പദ്ധതികളാകും ഇവൾ ആലോചിക്കുന്നത്. ആലോചിച്ചോ എന്ത് കുതന്ത്രങ്ങൾ വേണമെങ്കിലും നീ ചിന്തിച്ചോ. പക്ഷേ നിന്റെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല മോളെ. എന്റെ കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടക്കും. ഞാനത് നടത്തും. മോളെ പാർവതി, ഈ ജാസ്മിൻ ആരാണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. നീ എന്താടി എനിക്കിങ്ങനെ തുറച്ചു നോക്കുന്നേ? ഇതിനു മുമ്പ് നീ എന്നെ കണ്ടിട്ടില്ലേ? ജാസ്മിൻ, നിനക്ക് എന്താ വേണ്ടത്? നീ എന്റെ വിവാഹം തടയാനുള്ള പ്ലാനിലാണ് അല്ലേ? ഇവിളിക്കാരെ അങ്ങനെ അറിഞ്ഞു? എടി, നീ എന്റെ വിവാഹം മുടക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? അല്ലേന്ന്? ദേ ജാസ്മിൻ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നീ എന്നെ ശല്യപ്പെടുത്താതെ പോവാൻ. സത്യം പറഞ്ഞപ്പോ നിനക്ക് ഉത്തരം മുട്ടി അല്ലേ? നിക്കടെ എവിടെ? എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ ഇവിടുന്ന് പോയാ മതി. എടി പാർവതി, നിന്നെ ഞാൻ വെല്ലുവിളിക്ക. എന്റെ വിവാഹം നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ. പക്ഷേ ഒന്ന് ഞാൻ പറയാം, നീ എത്ര അതിബുദ്ധി കാണിച്ചാലും എത്ര പരിശ്രമിച്ചാലും എന്റെ വിവാഹം തടയാമെന്ന നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അതെ, നിന്റെ വെറും വ്യാമോഹം മാത്രം. നീ എത്ര ശ്രമിച്ചാലും എന്റെ വിവാഹം നടന്നിരിക്കും. പിന്നെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരാണെന്ന് നിനക്കറിയണ്ടേ? ഇവിടെ വന്ന് പെണ്ണ് കണ്ട് വിവാഹം ഉറപ്പിച്ച ചെക്കനൊന്നും അല്ല എന്റെ വരൻ. എന്റെ വരൻ അവനാ, വിശാൽ. നീ നോക്കിക്കോ പാർവതി, എല്ലാവരെയും സാക്ഷി നിർത്തി വിശാൽ എന്റെ കഴുത്തിൽ താലി ചാർത്തും. അത് നീയും കാണും. ഇല്ല ഇല്ല ഇല്ല, നിന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കില്ല ജാസ്മിൻ. വിശാൽ സാർ നിന്നെ വിവാഹം കഴിക്കുമെന്നുള്ളത് നിന്റെ വെറും ഒരു സ്വപ്നം മാത്രമാണ്. ഈ ജന്മത്തിൽ വിശാൽ സാറിന് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. അത് ഞാനാണ്. എന്നെ സ്വന്തം പ്രാണനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന ആളാണ് വിശാൽ സാറ്. ആ വിശാൽ സാറ് ഒരിക്കലും നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നില്ല. നമുക്ക് കാണാം. എന്താ എന്താ ഇവിടെ ഒരു സംസാരം? അതെ വിശാൽ, ഈ പാർവതിക്ക് എന്തോ എന്റെ കല്യാണം നടത്തുന്നതിനോട് അത്ര താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഇവളെ എന്റെ വിവാഹം തടയാൻ വേണ്ടി എന്തോ ഒരു പദ്ധതി ഒരുക്കിയിരിക്കുക. അങ്ങനെ പാർവതി ജാസ്മിനോട് പറഞ്ഞോ? ജാസ്മിൻ, നീ വെറുതെ പാർവതിയെ തെറ്റിദ്ധരിക്കണ്ട. പാർവതിയെ എനിക്ക് നന്നായി അറിയാം. പാർവതി ഒരിക്കലും ജാസ്മിൻ പറയുന്ന പോലെ ഒന്നും ചിന്തിക്കില്ല. മറ്റുള്ളവരെ ഒരു തരത്തിലും ഉപദ്രവിക്കുന്ന ആളല്ല പാർവതി. പിന്നെ ജാസ്മിൻ, നിന്റെ വിവാഹം ആര് തടയാൻ ശ്രമിച്ചാലും അത് നടക്കും. ഈ നിൽക്കുന്ന പാർവതിയല്ലേ, പാർവതി തന്നെ മുന്നിൽ നിന്ന് നിന്റെ വിവാഹം നടത്തിത്തരും. ഇത് ഞാനാ പറയുന്നത്. ഇതേ എന്റെ വാക്കാ.
നിനക്കെന്താ അവളെ പേടിയാണോ ജാസ്മിൻ? എനിക്ക് അവളെ പേടിയൊന്നുമില്ല. അതുകൊണ്ടല്ലേ വിശാലിനെ തന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് അവളുടെ മുഖത്ത് നോക്കി ഞാൻ വെല്ലുവിളിച്ചത്. മിടുക്കി. അങ്ങനെ തന്നെ വേണം. അല്ലെങ്കിൽ തന്നെ നമ്മൾ അവളെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അവളെ പേടിക്കുന്നവരാണ് നമ്മളെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവള് നമ്മുടെ തലയിൽ നിഷ്പ്രയാസം കയറും. അതിന് നമ്മൾ അവസരം ഉണ്ടാക്കരുത്. എന്റെ പൊന്നങ്കിളെ, ജാസ്മിനെ അവൾക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. അവളുടെ ഈ ബ്ലാക്ക് മാജിക്കിലൊന്നും ഞാൻ പേടിക്കൊന്നുമില്ല. എന്തോന്ന് ബ്ലാക്ക് മാജിക്? അതൊക്കെ അവളുടെ വെറും അടവല്ലേ. ഇവിടെയുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവളുടെ അഭ്യാസം. ഇനി അധിക ദിവസം അവളുടെ അഭ്യാസമൊന്നും നമുക്ക് കാണേണ്ടി വരില്ലല്ലോ ചേച്ചി. ജാസ്മിന്റെ കല്യാണം കഴിയുന്നതോടെ പാർവതിയുടെ ചാപ്റ്റർ ക്ലോസ് ആവില്ലേ? ഇവളുടെ വിവാഹം കഴിഞ്ഞ പിന്നെ പാർവതിക്ക് ഇവിടെ എന്താ സ്ഥാനം? പിന്നെ ഈ കുടുംബമായിട്ട് അവക്കെന്താ ബന്ധം? പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്ന പോലെ പിന്നെ അവളുടെ സ്ഥാനം ഈ മതിൽക്കെട്ടിന് പുറത്താവില്ലേ? അതിനെന്താ സംശയം? പാർവതിയെ നമ്മൾ അടിച്ചിറക്കി ഇവിടെ പുണ്യാഹം തളിക്കും. പിന്നെ ഇവിടുത്തെ മരുമകള് ഇവളാ, ഈ നിൽക്കുന്ന ജാസ്മിൻ. പാർവതിക്ക് പകരം പിന്നെ നമ്മൾ ഇവളെയല്ലേ ഇവിടെ വാഴിക്കാൻ പോകുന്നത്. എന്റെ ഭാവികാല മരുമോളെ, വിശാലിന്റെ ഭാര്യയായി ഇവിടേക്ക് വലത് കാലെടുത്ത് വെച്ച് കയറാൻ നീ തയ്യാറെടുത്തിരുന്നു? ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്രാവശ്യെങ്കിലും നമ്മുടെ പ്ലാൻ നടക്കുമല്ലോ അല്ലേ? ജാസ്മിൻ, അതിന് യാതൊരു സംശയം വേണ്ട. ഇത്തവണ ഞാനും ചേച്ചിയും വെൽ പ്ലാൻഡാ. നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് നിങ്ങൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അതാ എന്റെ ഒരു ടെൻഷൻ. കല്യാണ മണ്ഡപത്തിൽ വെച്ച് നിന്റെ കഴുത്തി താലി കെട്ടുന്നത് വിശാല് തന്നെയായിരിക്കും. അതേ കൂടുതൽ ഇപ്പൊ പറഞ്ഞ അതിന്റെ സസ്പെൻസ് പൊളിയില്ലേ? അതുകൊണ്ട് കല്യാണം വരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യേ എന്റെ മോളെ. എങ്ങനെയായാലും വിശാലും ഞാനും തമ്മിലുള്ള വിവാഹം നടന്നാ മതി. ആ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഗായത്രി അമ്മയുടെ മുഴുവൻ ആഭരണങ്ങളും എനിക്ക് അണിഞ്ഞു നടക്കാൻ. ഗായത്രി ചേച്ചിയുടെ ആഭരണങ്ങൾക്ക് മാത്രമല്ല, അവരുടെ പേരിലുള്ള മറ്റു സ്വത്തുക്കൾക്കും പിന്നെ നീ തന്നെയല്ലേ അവകാശി. ആദ്യം ആഭരണം, അത് കഴിഞ്ഞു മതി സ്വത്തുക്കളൊക്കെ. ഗായത്രി അമ്മയുടെ ആഭരണങ്ങള് ഇപ്പൊ പാർവതിയല്ലേ വെച്ച് സൂക്ഷിക്കുന്നത്. അത് കണ്ടിട്ട് എനിക്കിന് സഹിക്കുന്നില്ല ആന്റി. അതാണോ വലിയ കാര്യം? എന്നാ ആഭരണത്തിനു വേണ്ടി നീ കല്യാണം വരെ കാത്തിരിക്കുകയൊന്നും വേണ്ട. അത് അടിയന്തരമായിട്ട് തന്നെ പാർവതിയുടെ കയ്യിൽ നിന്ന് നിനക്ക് ഞാൻ മേടിച്ചു തരാം. ആന്റി എന്ത് ചെയ്യാൻ പോകുന്നു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.